നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രകോപനം സൃഷ്ടിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രകോപനം സൃഷ്ടിക്കണ്ട. അതാ നിങ്ങൾ ഇങ്ങോട്ട് എവിടെ നിങ്ങളാണ് ഭരിച്ചുകൊണ്ടുപോകണം. നമുക്കറിയാം നമ്മളിവിടെ സമരത്തിലാവുന്ന നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രകോപനം സൃഷ്ടിക്കണ്ട. അതാ നിങ്ങൾ ഇങ്ങോട്ട് എന്താണ് കളിക്കേണ്ട? Thank you.
നമുക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വേണ്ടി സമരം നിങ്ങൾ എന്താണ് നമ്മൾ അടിച്ചമർത്താൻ നോക്കുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും അധികാരം തന്നെ പിണറായി വിജയന് പോയിട്ട് ഉണ്ടല്ലോ എവിടെയിരിക്കും നമ്മളെവിടെയിരിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രതിഷേധം
ഓരോ തരത്തിലുമുള്ള KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അധിക ബാച്ചുകൾ അനുവദിച്ച മലബാറിലെ +1 സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ കോഴ്സുമായി ബന്ധപ്പെട്ട് സിലബസുകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുക. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ കലക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഈ KSU പ്രവർത്തകർ നടത്തുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലുള്ളത്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് വാഹനത്തിന് അടുത്തേക്ക് പ്രവർത്തകർ പോകാനുള്ള ഒരു ശ്രമം അത് തടയുകയാണ് ഇപ്പോൾ പോലീസ്.
നിങ്ങൾ പറയുമ്പോൾ പോലീസാണ് നമുക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വേണ്ടി സാധനം നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ മേടിച്ചവർക്കുണ്ട് നിങ്ങൾക്ക് അറിയുന്ന അധികാരം തന്നെ പിണറായി വിജയന് പോയിട്ട് വേണ്ട
ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തിയ ഒരു വിഭാഗം പ്രവർത്തകരെ മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം യുദ്ധസമാനമായ സാഹചര്യം കണ്ണൂർ നഗരത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടക്കുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ചാണ് MC അതുൽ ഉൾപ്പെടെയുള്ള KSUവിൻ്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിയിട്ടുള്ളത്. പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെതിരായ കടുത്ത പ്രതിഷേധം അവർ ഉയർത്തി. അതോടൊപ്പം തന്നെ ചെറുത്തുനിന്നുകൊണ്ടാണ് പോലീസിനെ ചെറുത്തുനിന്നുകൊണ്ടുള്ള ഒരു സമീപനം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. +1 അധിക സീറ്റ് എന്നുള്ളത് അധിക ബാച്ച് അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രിമാർക്കുൾപ്പെടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ഈ മുദ്രാവാക്യം വിളികളോടെ നീങ്ങുകയാണ്. എന്തായാലും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഈ പ്രവർത്തകരോടെല്ലാം തന്നെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് KSU പ്രവർത്തകർ ഉയർത്തിയത്. മലബാറിലെ ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് KSU ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഷമ്മാസ്, ഇപ്പോൾ ഈ പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് വളരെ ബലം പ്രയോഗിച്ചാണോ അറസ്റ്റ് ചെയ്ത്? നിങ്ങളുടെ പരാതി എന്തൊക്കെയാണ്? സർക്കാരിൻ്റെ അതേ സമീപനം തന്നെയാണ് പോലീസും സമരങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വലിയ തോതിലുള്ള ബലപ്രയോഗവും അക്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. വളരെ സമാധാനപരമായി തന്നെ സമരം ചെയ്ത KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വളരെ ക്രൂരമായ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നൊരു സമീപനം ഉണ്ടായി. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രതിഷേധങ്ങൾ കടുപ്പിക്കും. വലിയ രീതിയിൽ ഈ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രമാണ് ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകർ ഇപ്പോഴും ആ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി സർക്കാരിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെ തുറന്നു പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിലും കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ +1 മലബാറിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി. അതോടൊപ്പം തന്നെയാണ് ഈ 4ാം വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട സിലബസ് പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത്തരം വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയല്ലേ? അല്ല, ഈ സർക്കാരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുഖ്യമന്ത്രിക്കും മകൾക്കും കിട്ടുന്ന മാസപ്പടി പോലെ വിതരണം ചെയ്യേണ്ട ഒന്നല്ല ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സിലബസ്. അത് കൃത്യമായി മനസ്സിലാക്കി അത് ഏതാണെന്ന് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം പോലും വിദ്യാർത്ഥികൾ നിഷേധിക്കുന്നു. അത് വലിയ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ്. വിദ്യാഭ്യാസ അവകാശ നിയമനത്തിൻ്റെ ലംഘനമാണ്. അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, സമരങ്ങൾ ഉണ്ടാവും, കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകും.
എന്തായാലും KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. ഷമ്മാസ് പറയുന്നു അതിശക്തമായ പ്രതിഷേധം തുടരും എന്ന്. എന്തായാലും KSU പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി ഈ കണ്ണൂർ നഗരത്തിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ പോലീസ് ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചാണ് ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ പോലീസ് നേരിട്ടത്. അതിന് ഗ്രനേഡ് ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിക്കൊണ്ടാണ് പോലീസ് നിലകൊണ്ടിരുന്നത്. എന്തായാലും ഏറെ നേരത്തെ വലിയ തോതിലുള്ള സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിന് ശേഷം ആ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. അവരിപ്പോഴും മുദ്രാവാക്യം വിളികളുമായി DCC ഓഫീസിലേക്കാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം തന്നെയാണ് കണ്ണൂർ നഗരത്തിൽ ഏറെ നേരം ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട്. മലബാറിലെ +1 സീറ്റ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് പോലും സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെയാണ് KSU ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ 4ാം വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സിലബസ് പുറത്തുവിട്ടിട്ടില്ല. ആ സിലബസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഏത് വിഷയം എങ്ങനെ പഠിക്കണം എന്നതുപോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് KSUവിൻ്റെ ആരോപണം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരും എന്നതിൻ്റെ സൂചന തന്നെയാണ് KSUവിൻ്റെ നേതാക്കൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ പോലീസ് നിരവധി KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ഫർഹാൻ മുണ്ടേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തകരൊക്കെ തന്നെ വിട്ടയക്കണമെന്ന ആവശ്യം കൂടി KSU പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻമാരായ ബിജു അഴീക്കോടിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.